സജിത്ത്, നമുക്ക് പ്രധാനമായും 5 സാധ്യതകളാണ് മുന്നിലുള്ളത്. അതിൽ ഏത് സാധ്യതയിലേക്കാണ് കറങ്ങി വന്ന് വീഴുന്നതെന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. ഒന്ന് എന്ന് പറയുന്നത് ഇടത് മുന്നേറ്റമാണ്. ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ജില്ലാ പഞ്ചായത്തുകൾ, സാധാരണ ഗ്രാമപഞ്ചായത്തുകളേക്കാൾ പൊളിറ്റിക്കലായി ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെയാണ് നമുക്ക് പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കാൻ കഴിയുക. അത്തരത്തിൽ ഒരു വലിയ മുന്നേറ്റം കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഒക്കെ LDF ഉണ്ടാവുക. മറിച്ച് രണ്ടാമത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത് UDF ആ മട്ടിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവുക. കഴിഞ്ഞ തവണ UDF പാടെ അടിഞ്ഞു പോയതാണ്. അവിടെ നിന്ന് UDF 60-70% സീറ്റുകളിലേക്ക് വന്ന് മെജോറിറ്റി ജില്ലാ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ UDF ഭരിക്കുന്ന ഒരു ഘട്ടം വരിക. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് LDF-നോ UDF-നോ നേരിയ മേൽക്കൈ ഉണ്ടായാൽ പോലും സ്വാഭാവികമായും അത് UDF-നെ സംബന്ധിച്ച് നേട്ടമാണ്. കാരണം കഴിഞ്ഞ തവണ UDF-ന് 30-35% താഴെ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഒരു 50-55% വന്നാൽ തന്നെ UDF-നെ സംബന്ധിച്ച് നേട്ടമാണ്. LDF-നെ സംബന്ധിച്ച് അത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നുകൂടി പറയേണ്ടി വരും. നേരിയ മേൽക്കൈ ആണെങ്കിൽ പോലും അവർക്ക് കഴിഞ്ഞ തവണത്തെ വലിയ ഒരു പ്രകടനം ഇത്തവണ തുടരാൻ കഴിഞ്ഞില്ല എന്നതുകൂടി പറയേണ്ടി വരും. മറ്റൊന്ന് ഒപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. ഒപ്പത്തിനൊപ്പം എന്നുള്ളത് കേരളത്തിൽ ഇരു മുന്നണിക്കും ഒരുപോലെ ഞങ്ങളാണ് വിജയിച്ചത്, ഞങ്ങൾക്കാണ് മേൽക്കൈ എന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ചിലപ്പോൾ സാധ്യമാണ്. ഇപ്പോൾ 14 ജില്ലകളിൽ ചിലപ്പോൾ 7-7 വരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷനുകളിൽ ഒരെണ്ണമോ മറിച്ചോ ഇപ്പോൾ 8-6 ആണെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്തിൽ, കോർപ്പറേഷനിൽ 6 എന്നുള്ളത് 4-2 അല്ലെങ്കിൽ 3-3 ഒക്കെ വരുന്നു. ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായ കണക്ക് ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ കൃത്യം കണക്കിലേക്കൊന്നും എത്താൻ സാധ്യമല്ല. കാരണം പല ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷം LDF-നും UDF-ൻ്റെയും എണ്ണം വന്നാലും ചിലപ്പോൾ സ്വതന്ത്രരുടെ സഹായത്തോടു കൂടിയും ഒക്കെ ഭരിക്കാൻ കഴിയുകയുള്ളൂ. അത്തരം കുറേ ഗ്രാമപഞ്ചായത്തുകൾ സ്വാഭാവികമായും ടൈ ഒക്കെ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ നിരവധിയുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളുടെയും ഈ പറയുന്ന കോർപ്പറേഷനുകളുടെയും ഒക്കെ കണക്ക് വെച്ചിട്ട് ഒപ്പത്തിനൊപ്പം വരാനുള്ള സാധ്യത. മറ്റൊന്ന്, അഞ്ചാമത്തെ ഒരു വിഷയം BJP-യുടെ പ്രകടനമാണ്. അത് ഏറ്റവും നിർണായകമാണ്. ഈ രണ്ട് മുന്നണികൾക്കൊപ്പം തന്നെ ഇത്തവണ BJP-യും അതിശക്തമായി തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്ത തവണ കേരളത്തിൽ ഭരണം അല്ലെങ്കിൽ വലിയ പ്രകടനമൊക്കെ നിയമസഭയിലേക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത് ലക്ഷ്യമിടുന്ന BJP-ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വലിയ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും, ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഏതെല്ലാം തരത്തിലാണ് BJP-ക്കുള്ളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവുക. അങ്ങനെ ഈ 5 വിഷയങ്ങളും എങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രതിഫലനം ഉണ്ടാവുക എന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. നമുക്ക് ഒന്നാമത്തെ അത് ഇടത് മുന്നേറ്റം ഉണ്ടായാൽ എന്താണ് എന്നുള്ളതാണ്. സാധ്യത ഒന്ന് അതാണ്. ഇടതുപക്ഷത്തിന് വലിയ തരത്തിലേക്കുള്ള മുന്നേറ്റം ഉണ്ടാകുന്നു. ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് മൂന്നാം ഇടതു സർക്കാർ എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സൂചന വരാൻ പോകുന്ന 4 മാസം അല്ലെങ്കിൽ 5 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഏപ്രിലോ മെയ്യിലോ നടക്കേണ്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരു ഇടതു സർക്കാർ വരുന്നു, അല്ലെങ്കിൽ ഒരു പിണറായി സർക്കാർ തന്നെ വരുന്നു എന്നൊക്കെ പറയാം. ആ തരത്തിൽ അത് തന്നെയാവും ഇടതു മുന്നേറ്റം ഉണ്ടായാൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ സൂചന. രണ്ടാമത്തത് ക്ഷേമ പദ്ധതികളാണ്. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളെല്ലാം വലിയ വിജയമായിരുന്നു. സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഏറ്റവും അവസാനം സ്ത്രീകൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച തുകയടക്കം അത് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അടുത്തത് ശബരിമല വിഷയം ഏശിയില്ല എന്നുകൂടി നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും. കാരണം ശബരിമല സ്വർണ്ണപ്പാളി മോഷണം ഉയർത്തിക്കൊണ്ട് UDF വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തുമ്പോൾ അവിടെ അത് ജനങ്ങളിലേക്ക് എത്തിയില്ല എന്ന് വായിക്കേണ്ടി വരും. LDF-ന് ആ തരത്തിലേക്ക് വിജയമാണെങ്കിൽ. മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഇടത് മുന്നണിയെ സഹായിച്ചു എന്ന് വേണം കരുതേണ്ടി വരും. അങ്ങനെ ഒരു വിജയം ഉണ്ടാവുകയാണെങ്കിൽ അത് UDF-ന് പല സ്ഥലങ്ങളിലും തിരിച്ചടിയായി എന്നത് സ്ത്രീ വോട്ടർമാരിലടക്കം വലിയ തോതിൽ തിരിച്ചടിയായെന്ന് കണക്കാക്കേണ്ടി വരും. മറ്റൊന്ന് കോൺഗ്രസിലെ അനൈക്യമാണ്. അങ്ങനെ ഒരു പരാജയം UDF-ൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും UDF-നുള്ളിൽ കോൺഗ്രസിനുള്ളിലൊക്കെ വലിയ പൊട്ടിത്തെറിക്ക് അതിന് സമയം ഒട്ടും താമസം ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ അത്തരം വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് LDF-ൻ്റെ മുന്നേറ്റം ഉണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകളായി നമുക്ക് പറയാൻ കഴിയുക. ഇതാണ് പ്രധാനപ്പെട്ട സാധ്യതകൾ കിരൺ ബാബു വിലയിരുത്തുന്നത്. അത് ശരിയുമാണ്. കാരണം ഇത്തരത്തിലുള്ള സാധ്യതകളാണ് പൊതുവെ ഉള്ള വിലയിരുത്തലിൽ വരുന്നത്. ഇതിൽ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിൽ UDF-ന് വിരലിലെണ്ണാവുന്ന ജില്ലാ പഞ്ചായത്തുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതിന് പ്രധാന കാരണം അവിടെ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് വന്നതാണ്. UDF അതുകൊണ്ട് തകർന്നടിയുകയായിരുന്നു ജില്ലാ പഞ്ചായത്തുകളിൽ. ആ പഴയ പ്രതാപത്തിലേക്ക് അവരുടെ ശക്തി കേന്ദ്രങ്ങളായ എറണാകുളത്തും കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ തിരികെ വരണമെങ്കിൽ, പത്തനംതിട്ടയിലുമൊക്കെ തിരികെ വരണമെങ്കിൽ അത് വളരെ വിദൂരമായ ഒരു സാധ്യതയെ കാണുന്നുള്ളൂ അല്ലേ? പ്രത്യേകിച്ച് കോട്ടയത്ത്
കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ട അത്രയും സീറ്റുകൾ കൊടുക്കാൻ പോലും ഇത്തവണ LDF തയ്യാറായതിന് കാരണം കഴിഞ്ഞ തവണ എങ്ങനെ കോട്ടയം പിടിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഒരൊറ്റ ഫാക്ടർ കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ജില്ലാ പഞ്ചായത്ത് ഫലങ്ങൾ സ്വാഭാവികമായും സർക്കാരിന്റെ യഥാർത്ഥ വിലയിരുത്തൽ എന്ന കണക്ക് പറയേണ്ടി വരുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ആ കണക്കിലേക്ക് പോകുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് നോക്കൂ, UDF തിരികെ വന്നു എന്ന് UDF അവകാശപ്പെടണമെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ ഒരു മേധാവിത്വം ഉണ്ടായില്ലെങ്കിൽ പോലും വലിയൊരു നമ്പറിൽ മാറ്റം 6 എണ്ണമെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ. അതെ, ആ 6 എണ്ണം പിടിക്കുമ്പോൾ ക്രൂഷ്യൽ ഫാക്ടർ ആവുന്ന ഇടങ്ങളാണ് മഞ്ജുഷ് ഇപ്പം പരാമർശിച്ചു പോയത്. ഒന്ന് കോട്ടയം ക്രൂഷ്യലാണ്, പത്തനംതിട്ട ക്രൂഷ്യലാണ്, ഇടുക്കി അതാണ്, എറണാകുളം ഓൾറെഡി അവരുടെ കൈവശമുള്ളതാണ്. അപ്പോൾ ഈ 3 ഇടങ്ങൾ പരമ്പരാഗത UDF കേന്ദ്രങ്ങളാണ്. അവിടെ പ്രത്യേകിച്ചുണ്ട്, അവിടെ കത്തോലിക്ക മേഖലകളുണ്ട്, ജാതി വിഷയങ്ങൾ, സമുദായ സംഘടനകൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ അനുകൂലമായാൽ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം UDF-നൊപ്പം എന്നൊരു സൂചന അവർക്ക് കേരളത്തിലെ ആ പഴയ പ്രതാപം നിലനിർത്താൻ കഴിയും. അതോടൊപ്പം തന്നെ മലപ്പുറവും വയനാടും അത് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ മലപ്പുറം സ്വാഭാവികമായിട്ടും UDF-നായിരിക്കും. വയനാട് കഴിഞ്ഞ തവണ ടൈ ആയിരുന്നുവെങ്കിലും ഇത്തവണ വയനാട്ടിൽ കൂടി നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ 6 എന്ന കണക്കിലേക്ക് വരും അല്ലേ. അങ്ങനെ പിന്നെ കാസർഗോഡോ മറ്റോ പിടിക്കുകയാണെങ്കിൽ 7-7 എന്ന രീതിയിൽ ടൈ വരാനും സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ 7-ലധികം ജില്ലാ പഞ്ചായത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ UDF-ന് ഒരു വലിയ നേട്ടമാണ്. അത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടി സൂചനയാണ്. ശരി മഞ്ജുഷ്, ചില ദൃശ്യങ്ങളൊക്കെ രാവിലെ മുതൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ വലിയ പോരാട്ടത്തെ ചിത്രം നമ്മൾ പറഞ്ഞതാണ്. അവിടെ ശബരിനാഥ് എന്ന കരുത്തനെയാണ് ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടി കോൺഗ്രസ് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കണക്കൊന്നും പറയാൻ സമയമില്ല. പക്ഷെ നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഈശ്വരാനുഗ്രഹത്താൽ, ജനങ്ങളുടെയൊക്കെ അനുഗ്രഹത്താൽ നല്ല ഒരു ഭൂരിപക്ഷം ഇത്തവണ UDF-ന് ഉണ്ടാകും. ഇതാണ് ശബരിനാഥ് എന്താണെന്ന് വെച്ചാൽ കവടിയാർ എന്നുള്ള നഗര ഹൃദയത്തിലെ വാർഡിലാണ് മത്സരിക്കുന്നത്, ഡിവിഷനിലാണ് ശബരിനാഥ് മത്സരിക്കുന്നത്. അവിടെ ശക്തമായ ഒരു മത്സരം ശബരിനാഥിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ. അതായത് BJP-യിൽ നിന്ന് ശക്തമായ ഒരു മത്സരമുണ്ട്. അതിനാൽ തന്നെ ശബരിനാഥിനെ ജയിപ്പിച്ചെടുക്കുക തന്നെ UDF-ന് വലിയൊരു പ്രയത്നത്തോടെ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ വന്ന വേറൊരു ചിത്രം കൂടിയുണ്ട്. അവിടെ ഒന്ന് ശബരി, കോൺഗ്രസിന് ഭരണം കിട്ടിയാൽ മേയർ സാധ്യത കൽപ്പിക്കപ്പെടുന്നയാൾ ശബരി കടുത്ത മത്സരം നേരിടുന്നു. UDF ഇതുവരെ 20 സീറ്റിനപ്പുറം ഇതില്ല. അപ്പോൾ കൊടുങ്ങാനൂരിൽ നോക്കൂ, അവിടെ VV രാജേഷ്, അവിടുത്തെ BJP-യുടെ വലിയ പ്രധാനപ്പെട്ട നേതാവാണ്, ഭരണം കിട്ടിയ ഒരുപക്ഷെ മേയർ ആയേക്കാം. VV രാജേഷും കടുത്ത മത്സരം നേരിടുന്നു. ശാസ്താമംഗലത്തേക്ക് പോയപ്പോൾ ശ്രീലേഖ IPS-ഉം കടുത്ത മത്സരം. അങ്ങനെ CPM-ലേക്ക് വന്നാൽ ദീപക്, SP ദീപക്, പേട്ടയിൽ കടുത്ത മത്സരം. ഇങ്ങനെ പ്രമുഖരെല്ലാം സുരക്ഷിത ഇടങ്ങളിലല്ല മത്സരിക്കുന്നത്, കടുത്ത മത്സരമാണ്. നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ആദ്യ മണിക്കൂറുകളിൽ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിനാൽ അതിലേക്ക് തന്നെ കൂടുതലായിട്ട് വരേണ്ടി വരും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ 101 ഡിവിഷനുകളിൽ, അതിൽ ഒരു ഡിവിഷനിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ല. അങ്ങനെ 100 ഡിവിഷനുകളിൽ എങ്ങനെയായിരിക്കും ഓരോ മുന്നണികളുടെയും വോട്ട് നില എന്നുള്ളത്, അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒറ്റ റൗണ്ടിൽ തന്നെ 25 വാർഡുകൾ പെട്ടെന്ന് വരികയാണ് അല്ലേ. അങ്ങനെ 4 കേന്ദ്രങ്ങളിൽ, 4 സ്ഥലങ്ങളിൽ, 4 മാർഗബാനീസ് കോളേജിലെ 4 ഇടങ്ങളിലായിട്ടാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അങ്ങനെ 25 + 25, 25, 25 അങ്ങനെ 4 തവണ ഒറ്റ റൗണ്ടിൽ തന്നെ എണ്ണി തീർക്കുകയാണ്. അങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അല്ലെ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് ഭരിക്കും, അവിടെ LDF-ന് ഭരണം നിലനിർത്താൻ കഴിയുമോ, BJP അവിടെ ആദ്യമായിട്ട് അധികാരത്തിലേക്ക് വരുമോ, കഴിഞ്ഞ തവണ 35 സീറ്റുകൾ കിട്ടിയതാണ് NDA-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ BJP-ക്ക് കഴിയുമോ എന്നത് അറിയുവാൻ 8 മണി മുതൽ 9 മണി വരെ കാത്തിരുന്നാൽ മാത്രം മതിയാവും. അതായിരിക്കും ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെയും കൊച്ചിയിലെയും കൊല്ലത്തെയും കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഫലം വരും. അതെ.